ഹലോ ഗൈസ്, സൈലന്റ് എഫ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെൽസി എഫ് സിയുടെ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ്. പ്രീമിയർ ലീഗ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ചെൽസിയുടെ ഫസ്റ്റ് മാച്ച് വരുന്നത് ഡിഫെൻഡിങ് ചാമ്പ്യൻസായ മാഞ്ചസ്റ്റർ സിറ്റിയോടുമാണ്. സൺഡേ ഓഗസ്റ്റ് 18 മത്സരം നടക്കുന്നത്. സോ നമുക്ക് അവരുടെ പ്രിപ്പറേഷൻസിനെ പറ്റി ഒന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ക്ലിയർ ലേക്ക് ഓണർഷിപ്പിന് കീഴിൽ ചെൽസിക്ക് ഇത് 3ാമത്തെ സീസണാണ്, 4ാമത്തെ പെർമനന്റ് മാനേജറും. ഇത്തവണത്തെ മാനേജറിന്റെ പേര് എൻസോ മരസ്ക, ഇറ്റാലിയൻ കോച്ചാണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെപ് ഗാർഡിയോളയുടെ കീഴിൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ലെസ്റ്റർ സിറ്റിയിലേക്കാണ് പോയത്. പക്ഷേ ലെസ്റ്റർ സിറ്റിയെ കോച്ച് ചെയ്ത് പ്രീമിയർ ലീഗിലല്ല, സെക്കൻഡ് ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിലാണ്. അവിടെ അവരെ വിന്നേഴ്സാക്കി പ്രീമിയർ ലീഗിലേക്ക് പ്രമോഷൻ നേടിക്കൊടുത്തതിന് ശേഷമാണ് ചെൽസിയിലേക്ക് വരുന്നത്. ഇനി ചെൽസിയുടെ ലാസ്റ്റ് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ് ടോട്ടനം കോച്ചായിരുന്ന മൊറീഷ്യോ പൊച്ചറ്റീനോയ്ക്ക് കീഴിൽ 6th അവർ ഫിനിഷ് ചെയ്തത്. 63 പോയിന്റ് നേടിക്കൊണ്ട് കോൺഫറൻസ് ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷനും കൂടി നേടിയെടുത്താണ് അവർ സീസൺ അവസാനിപ്പിക്കുന്നത്. സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീസണിൻ്റെ ഫസ്റ്റ് ഹാഫ് ക്ലബിന് അത്ര നന്നായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ 15 മത്സരങ്ങളിൽ ഒരു തോൽവി മാത്രം വഴങ്ങിക്കൊണ്ട് വലിയൊരു കംബാക്കാണ് അവർ നടത്തിയിരുന്നത്. അതും എടുത്തു പറയേണ്ടത് അവസാന 5 മത്സരങ്ങളും കണ്ടിന്യൂസ് ആയി ജയിച്ചാണ് അവർ 6ാമത്തെ സ്പോട്ട് ക്ലെയിം ചെയ്യുന്നത്. അവർക്ക് തൊട്ട് താഴെ തന്നെ വെറും 3 പോയിന്റ് വ്യത്യാസത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഉണ്ടായിരുന്നു. ഇനി ഈ സീസണിലേക്ക് വരുമ്പോൾ സൈനിങ്സ് ആണ് പ്രധാന ചർച്ചാ വിഷയം. പള്ളിപ്പെരുന്നാളിന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പോലെയാണ് ടെഡ് ബോലിയും സംഘവും പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിരിക്കുന്നത് ഈ സീസണിൽ. അതിൽ നിരവധി അൺഎസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അണ്ടർ 21 പ്ലേയേഴ്സും ഉണ്ട്. പറയുകയാണെങ്കിൽ ആരോൺ ആൽസമീനോ, ഒമാരി കെല്ലിമാൻ, റെനാറ്റോ വിയേഗ, കാലബ് വൈലി, മാർക്ക് ഗുയി, അദ്ദേഹം ഒരു ലാമാസിയ പ്രൊഡക്റ്റാണ്. പിന്നെ പാൽമറാസിൻ്റെ വിങ്ങറായ എസ്താവിയോ വിലിയൻ. ഇങ്ങനെ 6ഓളം അണ്ടർ 21 പ്ലേയേഴ്സിന് ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടീമിലേക്ക്. അതേപോലെ ഡിഫൻഡറായ ടോസ്റ്റിൻ ഫുൾഹാമിൽ നിന്ന് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് ക്ലബിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഡൂസ്ബെറി ഹാൾ ലെസ്റ്റർ സിറ്റിയിലെ പ്ലെയറാണ്. എൻസോ മരസ്കയുടെ കൂടെ ലെസ്റ്റർ സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അതിനുശേഷം ഫിലിപ്പ് ജോർജിൻസൺ ഗോൾ കീപ്പറാണ്, വില്ലാറയിൽ നിന്നും ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെല്ലാം ശേഷമാണ് പെഡ്രോ നെറ്റോ, പോർച്ചുഗീസ് സ്റ്റാർ സ്ട്രൈക്കറാണ് വൂൾസിൻ്റെ. 60 മില്യൺ പ്ലസ് ആഡ് ഓൺസ് കൊടുത്ത് ആ താരവും ക്ലബിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ ബൾക്കായി പ്ലേയേഴ്സിനെ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ പ്ലേയേഴ്സ് ക്ലബ്ബ് വിട്ട് പോകുന്നുമുണ്ട്. ഓൾമോസ്റ്റ് 9 to 10 പ്ലേയേഴ്സ് ഈ സീസണിൽ തന്നെ ക്ലബ്ബുമായി വേർപിരിഞ്ഞു കഴിഞ്ഞു. തിയാഗോ സിൽവ, അമാരി ഹച്ചിൻസണൊക്കെ അതിൽ കുറച്ച് പ്രോമിനൻറ്റ് നെയിംസ് ആണ്. അതേപോലെ ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സ്, അതായത് അക്കാഡമിയിൽ നിന്നും വളർന്നു വന്ന പ്ലേയേഴ്സിനെ ടീമിൽ നിന്നും വിറ്റ് കളയുന്നതിനോട് ഫാൻസിന് ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ സീസണിൽ. അതേപോലെ ഈ അണ്ടർ 21 എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത പ്ലേയേഴ്സിനെ ബൾക്കായി വാങ്ങിക്കൂട്ടുന്നതിനോട് 2 തിയറിയാണ് ഫാൻസിന് പറയുന്നത്. ഒന്ന് ക്ലബ് ബേസ്ഡ് തിയറിയും മറ്റൊന്ന് ബിസിനസ് മോഡൽ തിയറിയുമാണ്. ഈ ക്ലബ് ബേസ്ഡ് തിയറി എന്തെന്ന് വെച്ചാൽ പ്ലേയേഴ്സ് ഓവർ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് മുമ്പ് അവരുടെ ടീനേജ് പ്രായത്തിൽ തന്നെ ക്ലബ്ബായി സൈൻ ചെയ്യുകയും അവരുടെ പീക്ക് ടൈമിൽ ക്ലബിന് മാക്സിമം യൂട്ടിലൈസും ചെയ്യാം എന്നുള്ളൊരു തിയറിയാണ്. ബിസിനസ് മോഡൽ തിയറി എന്ന് പറയുന്നത് പ്യുവർലി ഓണർഷിപ്പ് ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലേയേഴ്സ് അവരുടെ സ്റ്റാർ വാല്യൂയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ വാങ്ങി വെക്കുകയും അവരുടെ വാല്യൂ അവരുടെ പീക്കിൽ നിൽക്കുമ്പോൾ വിറ്റ് കളഞ്ഞ് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ് മോഡൽ തിയറി. ഇതിലേതാണ് ചെൽസിയുടെ ഓണർഷിപ്പ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് കാലം തെളിയിക്കും. ഇനി ഈ വർഷത്തെ പ്രീ സീസണിലേക്ക് വരുമ്പോൾ അത്ര നല്ലൊരു ക്യാമ്പയിൻ ആയിരുന്നില്ല ക്ലബിന്. 6 മത്സരം കളിച്ചതിലാകെ 1 മത്സരം മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. പുതിയ കോച്ചിൻ്റെ കീഴിൽ കളിച്ച ചെൽസി നിറയെ ഡിഫെൻസീവ് എറേഴ്സ് എല്ലാം വരുത്തി വെച്ച് മത്സരങ്ങൾ തോക്കുന്നൊരു രംഗം പ്രീ സീസണിൽ പലവട്ടം കണ്ടതാണ്. പിന്നെ പ്രീ സീസണാണ്, ടീമിൻ്റെ പ്രിപ്പറേഷൻ ടൈമിംഗ് ആണ്. സോ ആ സമയത്തെ പെർഫോമൻസ് വെച്ച് ടീമിനെ ആദ്യമേ എഴുതി തള്ളാൻ കഴിയില്ല. ഇനി പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പുതിയ കോച്ചിന് കീഴിൽ ഒരു 4-2-3-1 ഫോർമേഷനിലാണ് പ്രീ സീസൺ മിക്കപ്പോഴും ടീം അണിനിരന്നത്. ഇൻവേർട്ടഡ് ഫുൾ ബാക്സിനെ യൂസ് ചെയ്ത് മിഡ്ഫീൽഡ് ആധിപത്യം പിടിച്ചടക്കുന്ന ഒരു സ്ലോ ബിൽഡപ്പ് ഗെയിമാണ് കോച്ചിന് കീഴിൽ ടീം കളിച്ച് കണ്ടുവരുന്നത്. പക്ഷേ പ്രീ സീസണിൽ അത്രയ്ക്കും എഫക്റ്റീവ് ആയില്ല. പ്രീ സീസണിൻ്റെ അവസാന ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കിയിരുന്നു. പ്ലേയേഴ്സ് അല്ലെങ്കിൽ ടീമുമായി എനിക്കിപ്പോഴും ഫുൾ കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. സോ ടീം
ടീമിന് എത്രത്തോളം വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ടാറ്റിക്സുമായി അറ്റാച്ച്ഡ് ആവാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇനി പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിലെ MVP കോൾ പാമർ ആയിരുന്നു. 15 അസിസ്റ്റും 27 ഗോളുമാണ് ക്ലബിന് വേണ്ടി കഴിഞ്ഞ സീസൺ ഉടനീളം ചെറുപ്പക്കാരൻ നേടിയിരുന്നത്. കോൾ പാമറിന് ഇപ്പോൾ പുതിയ കോൺട്രാക്റ്റ് അടക്കം നൽകിയിട്ടുണ്ട് ക്ലബ്ബ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് പ്ലെയറായ ക്രിസ്റ്റഫർ എൻകുക്കു, അതേപോലെ തന്നെ പുതിയ സൈനിങ് ആയ പെഡ്രോ നെറ്റോ എന്നുള്ള പ്ലേയേഴ്സിലെല്ലാം ക്ലബിന് നല്ല പ്രതീക്ഷയുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കസേഡോ എല്ലാം നല്ല രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് ഫാൻസ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ പുതിയ സൈനിങ്സ് ഉണ്ടെങ്കിലും ഇഞ്ചുറി റിക്കവറി കഴിഞ്ഞു വരുന്ന പ്ലേയേഴ്സും ഉണ്ട് ടീമിൽ. ഡിഫൻഡേഴ്സായ ലെവി കോൾവിൽ, വെസ്ലി ഫൊഫാന, ആക്സൽ ഡിസാസി എന്നുള്ള പ്ലേയേഴ്സ് എല്ലാം ഇഞ്ചുറി റിക്കവറി കഴിഞ്ഞ് ടീമിലേക്ക് ചേർന്ന പ്ലേയേഴ്സാണ്. സോ അവരുടെ എല്ലാം പെർഫോമൻസ് എത്രത്തോളം വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ റൈറ്റ് ബാക്കായ റീസ് ജെയിംസ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കില്ല, അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. സോ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ക്ലബിന് അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കില്ല. ഇനി പുതിയ സൈനികമായ പെഡ്രോ നെറ്റോയെക്കുറിച്ചും ഇതേപോലെ ഇഞ്ചുറി കൺസേൺ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ സീസൺ അടക്കം ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഒരു ഹിസ്റ്ററി ഉള്ള പ്ലെയറാണ്. അതിനു മുമ്പ് നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു. സോ പ്ലെയേഴ്സ് എങ്ങനെ ഇഞ്ചുറി ഹിസ്റ്ററി ഉള്ള പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസുകളിൽ ക്ലബ് എത്രത്തോളം ആശ്രയിക്കേണ്ടി വരും എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ഇനി പറയേണ്ടത് ഇനിയും കുറച്ച് പ്ലെയേഴ്സ് ക്ലബ്ബ് വിട്ട് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. കാരണം ഓൾറെഡി ക്ലബ്ബിൽ 40-45ഓളം പ്ലെയേഴ്സ് സ്ക്വാഡിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഓരോ പൊസിഷനിലും കൂട്ടത്തല്ലിനുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റൊമേലു ലുക്കാക്കു ഒക്കെ ഓൾറെഡി നെപ്പോളിയായി ടോക്സിലാണ് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാം പെർമനൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേപോലെ തന്നെ കോണർ ഗലഗർ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് സ്വാപ്പ് ഡീലായി മൂവ് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. പകരം ജാവോ ഫെലിക്സ്, പോർച്ചുഗീസ് വിങ്ങറായ ജാവോ ഫെലിക്സ് എല്ലാം ടീമിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിക്ടർ ഓസിമെൻ സ്ട്രൈക്കർ റോളിലേക്ക് വരുന്നതായി ശക്തമായ റൂമേഴ്സ് ഉണ്ട്. സോ ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നത് വരെ ഏതൊക്കെ പ്ലെയേഴ്സ് നിൽക്കും, ഏതൊക്കെ പ്ലെയേഴ്സ് ഇനിയും വരും എന്നുള്ളത് വ്യക്തമായി പറയാൻ ഇപ്പോൾ കഴിയില്ല. ഇനി ഈ സീസണിലെ സക്സസ് സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ടോപ്പ് 6 ഫിനിഷാണ് ക്ലബ്ബ് എയിം ചെയ്യേണ്ടത്. കഴിഞ്ഞ സീസണിൽ അവർ കരബാവോ കപ്പിൽ റണ്ണേഴ്സ് അപ്പും FA കപ്പിൽ സെമി ഫൈനലിസ്റ്റും ആയിരുന്നു. പക്ഷേ ഈ സീസണിൽ ക്ലബിന് അത്തരമൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുതിയ കോച്ച്, പുതിയ ടാറ്റിക്സ്, പുതിയ സെറ്റ് ഓഫ് പ്ലെയേഴ്സ്, മേ ബി ടോപ്പ് 6 ഫിനിഷ് കിട്ടിയാൽ അത് ഒരു സക്സസ് ആയി തന്നെ അവർ കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു ഓപ്ഷൻ ക്ലബിനുള്ളത് കോൺഫറൻസ് ലീഗാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെയും യൂറോപ്പ ലീഗിൻ്റെയും കീഴിലാണ് കോൺഫറൻസ് ലീഗ് വരുന്നത്. സോ അതിലൊരു നല്ലൊരു മുന്നേറ്റം നടത്താനും നിരവധി പ്ലെയേഴ്സിനെ റൊട്ടേഷൻ ചെയ്ത് യൂസ് ചെയ്യാനും എല്ലാം പരീക്ഷണങ്ങൾ നടത്താനും കോച്ചിനൊരു അവസരമാണ്. സോ കോൺഫറൻസ് ലീഗിലൊരു മുന്നേറ്റം മേ ബി ടീമിന് കൺസിഡർ ചെയ്യാവുന്നൊരു കാര്യമാണ്. സോ ചെൽസി ഈ സീസൺ ഏത് സ്ഥാനത്തായിരിക്കും ഫിനിഷ് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള ഫുട്ബോൾ കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എല്ലാം താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഐ വിൽ ഗോ ത്രൂ ദാറ്റ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിലേക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമ്മുടെ ചാനലിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ കഴിയും. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.